ചേട്ടാ ഈ ഹേമ കമ്മീഷനെ പറ്റി എന്ത് പറയും? ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ. ജഗദീഷ് പാട്ട് പാടുമ്പോ ഒരു സമയത്ത് ഭയങ്കര ട്രോൾ വന്നൊരു സമയം. ആ ട്രോള് ഞാൻ ആക്കിയിട്ടില്ല. ഇന്ന് വരെ ഇപ്പൊ ഇത്രയും ദിവസമായി ഞാൻ വന്നിട്ട് ആരും എന്നോട് അവാർഡിനെ പറ്റി ചോദിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ പത്രക്കാരെല്ലാവരും കൂടി വന്നു എനിക്ക് അവാർഡ് ഉണ്ടെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ഈ അവാർഡെല്ലാം ഡിക്ലെയർ ചെയ്തതിന് ശേഷം വിഷമിക്കരുത്. അല്ല, ഈ നായകനാവാൻ വയ്യാത്തോണ്ട് സിനിമയിൽ അഭിനയിക്കുന്നത് നിർത്തി. സ്പെഷ്യലി ധനുഷ് സാർ ആണെങ്കിലും അല്ലെങ്കിൽ ആ ടീം മൊത്തം ആണെങ്കിലും ഇറ്റ് വാസ് വെരി എന്താ പറയുക, ഇപ്പൊ ഡാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, അത് വേറൊരു രീതിയിൽ ഇപ്പൊ ആൾക്കാർ അതിനെ കണ്ടു തുടങ്ങി. അതുവരെയുള്ള സത്യമാണ്. അതിന്റെ പിന്നില് ഈ സഞ്ജയെ അസുഖത്തിലാക്കിയത് അശോകനാണെന്നും പറഞ്ഞ് ചില ഗോസിപ്പുകൾ അന്ന് വന്നു. അത് ശരിയല്ല. അശോകന് പരിചയം പോലും ഇല്ല. അവർക്ക് ലെറ്റർ കൊടുത്തു, ഇതേപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളാണ് ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞ് അശോകനെ ജയിലിൽ കൊണ്ടിട്ടു. ഇപ്പോൾ പിറ്റേ ദിവസം ചായ കൊണ്ടുവരുന്ന ഒരു പയ്യൻ അശോകന്റെ അടുത്ത് ചായ അശോകട്ടാ നിങ്ങൾ എന്താ ഇവിടെ. കിഷ്കിന്ധാ കാണ്ഡം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഇവരെത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ തുടങ്ങുമ്പം ഈ മൂവിയുമായി ബന്ധപ്പെട്ട് ചില പോസ്റ്ററുകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു ടാഗ് എന്ന് പറയുന്നത് 3 കുരങ്ങന്മാരുടെ കഥ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് നിങ്ങളുടെ 3 പേരുടെ പിക്ചേഴ്സാണ് വെച്ചിട്ടുള്ളത്. എന്താണ് അങ്ങനെ ഒരു തുടക്കം? നമ്മളെല്ലാരും കുരങ്ങെന്നാണല്ലോ വരുന്നത്. എവല്യൂഷൻ. അതില് ആ കുരങ്ങിൽ നിന്ന് മാറ്റം സംഭവിച്ചവരാണല്ലോ മനുഷ്യര്. നമ്മള് അധികം മാറിയിട്ടില്ല. മാറ്റം സംഭവിക്കാത്തവരുണ്ട്. ഞാനല്ല ഇവിടെ. അപ്പോൾ ഈ കിഷ്കിന്ധാ കാണ്ഡം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിത് കേട്ടിട്ടുള്ളത് രാമായണത്തിലാണ്. ശരിക്കും എന്താണ് കിഷ്കിന്ധാ കാണ്ഡം എന്ന് പറയുന്നത്? അത് സിനിമയെ കുറിച്ചല്ല, ശരിക്കും എന്താണ് കിഷ്കിന്ധാ കാണ്ഡം എന്ന് പറയുന്നത്? അല്ല, കിഷ്കിന്ധാ കാണ്ഡം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രാമായണത്തിലെ ഒരു എന്താ പറയാ, നമ്മുടെ സുഗ്രീവനും ബാലി, സുഗ്രീവന്റെ അവര് രാജ്യമായിരുന്നു. അവിടെ ഹനുമാൻ ഉണ്ടായിരുന്നു, രാമൻ അവിടെ എത്തുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും. അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ ഇറങ്ങുന്നില്ല. അപ്പോൾ പക്ഷെ അതൊന്നുമായിട്ടുള്ള ഒരു കണക്ഷനും നമ്മുടെ പടത്തിനില്ല. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു പേര്? അല്ല, പേര് നമുക്ക് മെറ്റഫോറിക്കലി നമ്മൾ ബാഹുലും ഞാൻ നമ്മുടെ ടീംസ് എല്ലാം ഇട്ട പേരാണ് കിഷ്കിന്ധാ കാണ്ഡം. ഇത് നമ്മുടെ കഥാപാത്രങ്ങൾ ജീവിക്കുന്ന ആ സാഹചര്യത്തിലെ എക്കോസിസ്റ്റത്തിലുള്ള ഒരു എലിമെന്റ് മാത്രമാണ് കുരങ്ങന്മാർ. അല്ലാതെ അതിൻ്റെ അപ്പുറമൊന്നും കുരങ്ങന്മാരില്ല. പക്ഷെ കുരങ്ങന്മാരെ കൊണ്ടുള്ള കുറച്ച് കണക്ഷൻസ് എല്ലാം മൂവിയിലുണ്ട്. പിന്നെ ആ പേരിനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഇപ്പം നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നു, ആ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നില്ല. ആ ക്യൂരിയോസിറ്റി നമുക്ക് ആദ്യം മുതലേ കിട്ടുന്നുണ്ട്. ഈ ഒരു മുൻ നക്സലൈറ്റിനെ കുറിച്ച് പറയുന്നു, അതുപോലെ കുരങ്ങന്മാരെ കുറിച്ചും പറയുന്നു. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ വരുന്നത്? പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ പല ഘട്ടത്തിലൂടെയും പടം കടന്നു പോകുന്നുണ്ട്, പല ഏരിയാസിലൂടെയും. ആ ഒരു എന്താ പറയുക ഭയങ്കര കണക്ഷൻ. പ്രേക്ഷകൻ ആക്ച്വലി ഇതൊരു അന്വേഷണ ഒരു ഫിലിമാണെന്ന് തന്നെ പറയാം. അന്വേഷണാത്മകമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട് നമ്മുടെ ഈ പടത്തിന്. അതിൽ പ്രേക്ഷകനെ കൂടി ഈ അന്വേഷണത്തിലൂടെ നമ്മൾ ആ രീതിയിലാണ് നമ്മൾ അതിനെ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പല കണക്ഷനിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകനും കൂടി ആ ഒരു അന്വേഷണം തുടങ്ങും. ആക്ച്വലി പടം കാണും, ആ ഭാഗമാവും. കഥയുടെ സ്വഭാവം ഞാൻ പറഞ്ഞുതരാം. ചിലർക്ക് ചില കാര്യങ്ങൾ അറിയാം, ഒരുപാട് പേർക്ക് ചില കാര്യങ്ങൾ അറിയാം. ചിലർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഒരുപാട് പേർക്ക് ചില കാര്യങ്ങൾ അറിയാം. അറിയാവുന്നവർക്ക് എല്ലാം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞ പറയുന്നവർക്കെല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും സത്യമാവണമെന്നില്ല. അത് മനസ്സിലായില്ലേ? ഇതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? മനസ്സിലായല്ലോ. ഇതില് ഞാൻ പറഞ്ഞെങ്കിലും തമാശയായിട്ട് പറഞ്ഞെങ്കിലും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടാവും. കഥാപാത്രങ്ങൾ തമ്മിൽ പരസ്പരം അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ കഥയുടെ ഭാഗത്തിന്റെ ആ സസ്പെൻസ് ഊഹിക്കാമല്ലോ. കഥാപാത്രങ്ങൾക്ക് തന്നെ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അറിയാവുന്ന കാര്യങ്ങളുണ്ട്. ഇത് പരസ്പരം ഷെയർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ഷെയർ ചെയ്യാത്ത കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ പ്രേക്ഷകരിലേക്ക് ഒരു അടുക്കും ചിട്ടയോടുകൂടി താല്പര്യത്തോടെ അവന് കാണാൻ സഹായിക്കുന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാണ്. ഒരു ത്രില്ലർ മോഡിലേക്ക് പോകുന്നത്, ആ ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാം. അതെ, സോഷ്യൽ സസ്പെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പല വിശേഷങ്ങളും ഇതിനകത്ത് കൊടുക്കാം. അൾട്ടിമേറ്റ്ലി ദിസ് ആൻ എന്റർടൈനർ. അപർണയുടെ ഒരു കുറെ ക്യാരക്ടേഴ്സ് നമ്മൾ കാണുന്നു. അപ്പൊ ഇതില്
കുറച്ചുകൂടി ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറിനായിട്ടാണ് കാണുന്നത്. ഈ പൊതുവിൽ ഈ ബോൾഡ് ക്യാരക്ടർ മാത്രം തേടി വരണം, എപ്പോഴെങ്കിലും ഒരു ദുർബലയായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യണം, അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? ചെയ്യണം. ഇതിപ്പോ അങ്ങനെ ബോൾഡ് എന്നൊന്നും പറയാൻ പറ്റൊന്നുമില്ല. ഈ ക്യാരക്ടർ അവനവന്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ എന്താ ഏതാണെന്ന് അറിയുന്നു. ഇപ്പം ഞാൻ കല്യാണം കഴിച്ചു പോകുന്ന വീടാണല്ലോ, അപ്പൊ എനിക്കറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ എന്താന്ന് വളരെ ക്യൂരിയസ് ആയിട്ട് ഞാൻ അങ്ങനെ നോക്കി നടക്കുന്ന ഒരാളാണ്. ഒരു സാധാരണ ഭാര്യയാണ്. അതിൽ വലിയ ഇപ്പൊ ഇതിൽ ബോൾഡായിട്ടൊന്നും അത് ചെയ്യാനൊന്നുമില്ല. ഒരു വീട്ടുകാരുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഞാൻ അതിൽ നോക്കുന്നത്, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമുള്ളത് അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ അങ്ങനെ ഭയങ്കര ബോൾഡ് അങ്ങനെയൊന്നും പറയാനുള്ള ഒരു ക്യാരക്ടർ അല്ല. ഇത് ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്യാരക്ടർ, ആക്ച്വലി വെരി സിമ്പിൾ ക്യാരക്ടർ. എൻ്റെ പേര് പോലും മാറ്റിയിട്ടില്ല, അത്ര സിമ്പിളാണ് ക്യാരക്ടർ. അപർണ തന്നെയാണ് ക്യാരക്ടറിൻ്റെ പേര്. ആസിഫ് ഖാൻ്റെ വൈഫായിട്ടാണ്. ആസിഫ് ഖായുടെ ഫാദറാണ് കുട്ടേട്ടൻ്റെ ക്യാരക്ടർ. അപ്പം അങ്ങനത്തെ ഒരു പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന കുറേ പരിചയമില്ലാത്ത കുറേ കാര്യങ്ങളും അല്ലെങ്കിൽ അച്ഛനോട് സംസാരിക്കാനുള്ള പേടിയും അങ്ങനത്തെ കുറേ കാര്യങ്ങളല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോൾഡ് അല്ല, വളരെ എന്താ നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, വിജയരാഘവന്റെ അടുത്ത് വരികയാണെങ്കിൽ ഒരുപാട് അച്ഛൻ ക്യാരക്ടേഴ്സ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് വ്യത്യസ്തത അനുഭവപ്പെടുന്ന ഒന്നാണ് ഇതെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് ചേട്ടൻ്റെ മാനറിസത്തിലൊക്കെ. കാരണം ഈ മേരിക്കൊണ്ടൊരു കുഞ്ഞാട് ഒരു വശത്ത് നിൽക്കുന്നു, അതുപോലെ ഒരു അച്ഛൻ കഥാപാത്രത്തെ നമ്മൾ വേറൊരു ക്യാരക്ടറിൽ കണ്ടിട്ടില്ല. പിന്നീട് വരുന്നത് ഇപ്പോൾ നിവിൻ പോളി പടത്തിൽ വന്നപ്പോൾ അതുപോലൊരു അച്ഛനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഒരു വടക്കൻ സെൽഫിയിലൊരു അച്ഛൻ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ ക്യാരക്ടറുകളിൽ ഈ അച്ഛൻ വേഷത്തിലും ഇങ്ങനെ വ്യത്യസ്തത അതെങ്ങനെ സാധ്യമാകുന്നതാണ്? ഞാൻ സാധിക്കുന്നതല്ല, ഇവർ എഴുതുന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇത് ഈ കഥാപാത്രം ഈ പറഞ്ഞ ഞാൻ ചെയ്ത അച്ഛൻ കഥാപാത്രങ്ങൾ എന്നൊക്കെ വ്യത്യസ്തമാണ്. അയാളൊരു മാനസിക നിലയിൽ ഇതൊരു പട്ടാളക്കാരനാണ്, ഭയങ്കര സ്ട്രിക്റ്റായിട്ടൊക്കെ ഉള്ള പട്ടാള ചിട്ടയോടുകൂടി വളർന്ന ഒരാളെന്ന് പറയുമ്പോൾ പിന്നെ പ്രത്യേക ചില സ്വഭാവ വിശേഷങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം അത് ആ കഥാപാത്രത്തിൽ ഇവർ എഴുതി വെച്ചതിൽ ഉള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ചില മാനറിസങ്ങളും അയാളുടെ ബോഡി ലാംഗ്വേജും അയാളുടെ ചിന്തകളിലും നടപ്പിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ കഥാപാത്രത്തെ സമീപിച്ചിരിക്കുന്നത്. ജയശേഷൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ചാക്ക് തൊട്ട് ഇങ്ങോട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കഥാപാത്രങ്ങൾ വരുംതോറും. ഇപ്പോൾ വല്ലാതെ ശ്രദ്ധിക്കപ്പെടുന്നു ജഗദീഷ് ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ വരുമ്പോൾ ആളുകൾ പ്രതീക്ഷയോടെ നോക്കുന്നു എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു തിരിച്ചുവരവിലേക്കുള്ളൊരു വരുത്ത് അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, തിരിച്ചുവരവ് എന്നുള്ള പ്രയോഗത്തിനേക്കാളും നല്ലത് ഒരു ക്യാരക്ടർ റോളിലേക്കുള്ള ട്രാൻസിഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റോഷാക്ക് മുതൽ അല്ലെങ്കിൽ ലീല മുതൽ റോഷാക്ക് തുടങ്ങി പിന്നെ എല്ലാം എനിക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടർ റോൾസ് ആണ്. അതിനു മുമ്പ് കൂടുതലും കിട്ടിയിട്ടുള്ളത് കൊമേഡിയൻ അല്ലെങ്കിൽ കോമഡി ഹീറോ. അതിലെ ക്യാരക്ടർ റോൾസ് എന്ന് പറയുന്നത് കുറച്ച് ഈ സ്ത്രീധനം, ഭാര്യ, സ്ഥലത്തെ പ്രധാന പയ്യൻസ്, അങ്ങനെയുള്ള ആ ഹീറോ ഫേസിൽ കിട്ടിയിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ. പിന്നീട് എനിക്ക് കിട്ടിയിട്ടുള്ള ആ റോൾസിനെക്കാളൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള പിന്നെ കാലത്തിന്റെ മാറ്റം, യുവസംവിധായകർ എന്നിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസം, അത് തന്നെയാണ് എനിക്ക് കൈമുതലായിട്ടുള്ളത്. അല്ലാതെ എൻ്റെ കഴിവ് എന്ന് പറയുന്നതിനേക്കാളും പുതിയ സംവിധായകരെല്ലാം തന്നെ പുതിയ രീതിയിൽ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു. അപ്പോൾ അത് ഒരു പടത്തിൽ ഞാൻ നന്നായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആ സംവിധായകനും അതിൻ്റെ റൈറ്ററുമാണ്. അപ്പോൾ അവരെനിക്ക് വ്യത്യസ്തതയുള്ള വേഷം തരുന്നു. ഇതിനകത്ത് രഞ്ജിത്തും ബാഹുലും തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമല്ല, എനിക്ക് പരിചയമുള്ള ഒരു പ്രതലമേ അല്ല. അവിടെ എൻ്റെ ആക്ടിവിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണോ ചെയ്യുന്നത് ആ ആക്ടിവിറ്റി എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അതാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത്. പക്ഷെ അത് നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതാണെന്ന് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെ ക്യാരക്ടർ വളരെ പ്രതീക്ഷയോടെ നോക്കി കാണുന്ന ഒരു ക്യാരക്ടറാണ് സുമദത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ. ഇപ്പം ജഗദീഷ് ചേട്ടനൊക്കെ കോമഡി വിട്ടതിന് ശേഷം അശോകേട്ടനാണോ ആ റോഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്? കാരണം ഇപ്പം റീല് ഭരിക്കുന്നത് മൊത്തം അശോകേട്ടൻ്റെ കോമഡികളാണ്. കോമഡികളാണ് ഇപ്പൊ മൊത്തം റീലുകളിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത റോള് തിരിച്ച് വാങ്ങിക്കുന്ന കൊടുക്കുന്നുള്ളതല്ല. അങ്ങനെയൊന്നും സിനിമയിൽ അതൊന്നുമില്ല. കോമഡി റോള് നമ്മളിപ്പോൾ എനിക്കൊരു കോമഡി റോള് തരണമെന്ന് പറഞ്ഞ് ചോദിക്കുമോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുമോ ഒന്നുമല്ല. അത് ഈ സിനിമയുടെ സ്വഭാവമാണല്ലോ. അത് സിനിമ നമ്മളൊരു പടത്തിലൊരു ക്യാരക്ടർ ചെയ്ത് ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ മറ്റ് സിനിമകൾ നമ്മളെ വിളിക്കുന്നതെല്ലാം ഈ അതിനോട് സാമ്യപ്പെടുത്തിയുള്ള റോളെ വിളിക്കത്തുള്ളൂ. സിനിമയുടെ സ്വഭാവം ഇപ്പോഴല്ല, പണ്ട് പോലെ അത് തന്നെ. ഞാൻ മുമ്പ് ചെയ്ത ആദ്യകാലങ്ങളിൽ ചെയ്ത സിനിമകളുടെ അന്ന് കിട്ടിയ അവരുടെ കൂടെ അങ്ങനെയുള്ള സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്ത അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ ആ ഒരു പലിശയാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ എല്ലാം പുതിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ് ചെയ്യിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുറച്ച് പടങ്ങൾ ചെയ്തവരുൾപ്പെടെയുള്ള
യങ് ജനറേഷൻ്റെ കൂടെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ആക്ടേഴ്സാണ് ശരി, ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും എല്ലാം അത് തന്നെയാണ്. അതിനെ സംബന്ധിച്ചൊരു വലിയ ഒരു നേട്ടവും ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം അതുകൊണ്ട് ഡിഫറെൻ്റായിട്ട് ക്യാരക്ടറൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിപ്പോഴും നമുക്ക് ഒരു ആക്ടർ എന്നുള്ളത് ലൈവായിട്ട് നിൽക്കാൻ സാധിക്കുന്നു. അതിൻ്റെ ഒരു നമ്മുടെ ഒരു ഭാഗ്യമോ ദൈവാധീനമൊക്കെ എന്ന് പറയാം. ഈ പടം ഉൾപ്പെടെ ഇതിനകത്ത് എന്താ പറയുക, വളരെ ഒരു പോസിറ്റീവ് ഒരു ക്യാരക്ടറാണ്. പോസിറ്റീവ് കാരണം നമ്മൾ സ്ഥിരം പറയുന്ന ഒരു പോസിറ്റീവ് ക്യാരക്ടർ എല്ലാവരും ചിരിച്ച് തോളെ കൈയിട്ട് കൈ കൊടുക്കുന്ന അങ്ങനെ ഉള്ളതല്ല. ഈ ഒരു വളരെ നിർണായകമായ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുന്ന കുറേ കഥാപാത്രങ്ങളും കഥയും അതിനകത്ത്. അത്തരം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള മൊമെൻറ്റിൽ ഒരു പോലീസുകാരൻ അയാൾക്കെന്ത് ചെയ്യാൻ പറ്റിയ കുടുംബമായിട്ട് ആത്മബന്ധമുള്ള ഒരു പോലീസുകാരൻ അവരെ കൂടെ അയാൾ നിയമം വിടുന്നില്ല, പക്ഷേ എന്നാൽ അവരോടൊരു ആത്മബന്ധം, മനസ്സ് അവരോട് പരമാവധി രക്ഷിക്കാൻ കൂടെ സഹായിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത്, അല്ലേ? ആക്ച്വലി ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സിന്റെയും പ്രത്യേകത ഭയങ്കര നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യന്മാർക്ക് വരാവുന്ന എല്ലാ വൾണറബിലിറ്റീസും ഓരോരുത്തർക്കും അത് കാണിക്കുന്നുണ്ട്. ദിസ് വെരി എനിക്കിതിൽ നേരത്തെ ഇപ്പം എൻ്റെ ക്യാരക്ടർ ചോദിച്ച പോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഒരു വൾണറബിൾ സൈഡ് ഓഫ് ആ ഹ്യൂമൻ ബീങ്സിൻ്റെ ഒരു വൾണറബിൾ സൈഡ് ഭയങ്കര രസമായിട്ട് കാണിക്കുന്നൊരു ഫിലിമാണിത്. ദാറ്റ് ഈസ് സംതിങ് ഐ തിങ്ക് എ ലോട്ട് ഓഫ് പീപ്പിൾ ക്യാൻ റിലേറ്റ് ടു. അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കൂടെ ഉള്ളവർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വൾണറബിലിറ്റീസ് കാണിക്കുന്ന ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ഇഫ് യു ആസ്ക് എത്ര ഇൻറ്റൻസ് ആണോ അത്രത്തോളം സിമ്പിളായിട്ടുള്ള വളരെ ചെറിയ ഹ്യൂമൻ ഡീറ്റെയിലിംഗ് കാണിക്കുന്ന ഒരു ഫിലിം കൂടിയാണ്. അശോകൻ്റെ പറയുമ്പോൾ അശോകൻ്റെ തുടക്കത്തിൽ പത്മരാജൻ്റെ സിനിമയിൽ വരുന്നു, പിന്നെ KG ജോർജിൻ്റെ സിനിമ. മമ്മൂക്ക പോലും പറഞ്ഞിട്ടുണ്ട്, നീ എന്ത് ഭാഗ്യമുള്ള നടന, ഒരു തുടക്കക്കാരന് ഇത്രയും ഭാഗ്യമുണ്ടോ എന്ന്. അല്ല, അതിശയിപ്പിച്ചൊരു വരവ് തന്നെയായിരുന്നില്ലേ? നമുക്ക് പല പ്രാവശ്യം പറയാറുണ്ടായിരുന്നു. എന്നെ ആദ്യം കാണുമ്പോഴും ഞങ്ങൾ യമനിക സിനിമയിൽ ആദ്യം കാണും, അപ്പോൾ പോലും മമ്മൂക്ക അതാ പറഞ്ഞത്. കാരണം പെരുവഴിയും പോലും ഫയൽവാനും ഇടവകളെയൊക്കെ കണ്ടിട്ടുള്ള അല്ല, ഞാൻ ഉദ്ദേശിച്ച മമ്മൂക്ക അങ്ങനെ വളരെ ഒരുപാട് അഭിലാഷമുള്ള ഒരാളാണ് പുള്ളി. ആദ്യമേ ഈ പടങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. നല്ല പടങ്ങളൊക്കെ പുള്ളി അന്നും കാണും. അവരെ പത്മരാജനെ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾ അത് അല്ല എന്നെ തീർച്ചയായിട്ടും ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്നും എനിക്ക് ആ പലിശ കൊണ്ട് കിട്ടുന്ന അതിൻ്റെ പലിശയാണ് ഇപ്പോഴും. അതുകൊണ്ട് ആ പിൻബലമാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. 40-46 വർഷമായിട്ടും കണ്ടിന്യൂ ചെയ്യുന്നത് ആ ഒരു ദൈവാധീനം ഗുരുത്വം കൊണ്ട് തന്നെ. ഇതിലെ പോലീസ് ഓഫീസറാണ്. ഇപ്പൊ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അശോകന് വലിയ ചലഞ്ചാണ്. സാധാരണ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. അപ്പൊ ഒരു ഇതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം ഒരു ചലഞ്ചല്ലേ പോലീസ്. സാറിന് കേസുമായിട്ട് കയറി ഇറങ്ങി നടക്കുന്ന ആൾക്ക് ഒരു പോലീസില് പ്രതിയായിട്ടൊക്കെ അഭിനയിക്കാൻ എളുപ്പമാണ്. അശോകൻ അങ്ങനെ പോയിട്ടില്ല. ഇതുവരെ അശോകൻ ഒരു പോലീസ് കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ ഒരു പോലീസ് ഓഫീസറിന്റെ റോൾ ഏൽപ്പിക്കുമ്പോൾ അത് അശോകൻ വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കും. ഇത് സത്യമാണ് അശോകേട്ടാ. ഈ പ്രണാമം സിനിമയും ബന്ധപ്പെട്ട് ഖത്തർ ജയിലിൽ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണ്. അത് അതെന്തായിരുന്നു അത് പ്രണാമം? സത്യം എന്ന് പറഞ്ഞാല് ഈ മറ്റേ ഡ്രഗ്സ് അതെ, അത് വർഷങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞുതരാം, സത്യം പറഞ്ഞുതരാം. അതായത് അശോകന്റെ ജ്യേഷ്ഠനോട് ശത്രുത ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ്, അവര് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അശോകനോട് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അശോകൻ പ്രണാമം എന്ന സിനിമയില് ചെയ്തിരുന്ന ഒരു സീൻ അതിന്റെ സ്റ്റിൽ എടുത്ത് അയച്ചു അശോകൻ ഇങ്ങനെ ഇൻജെക്ട് ചെയ്യുന്നതായിട്ട്. എന്നിട്ട് അവര് അവിടുത്തെ മിനിസ്ട്രിക്ക് ഒരു ലെറ്റർ കൊടുത്തു. അവർക്ക് ലെറ്റർ കൊടുത്തു, ഇതേപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളാണ് ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞ് അശോകനെ ജയിലിൽ കൊണ്ടിട്ടു. ഡ്രഗ്സിന്റെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ബിസിനസ് നടത്തുന്ന ആളെന്ന് പറഞ്ഞ് അശോകനെ കൊണ്ടിട്ടു. കാരണം അവർ സ്റ്റില് ഇതെല്ലാം ഇതിങ്ങനെ വെച്ച് അത് അശോകന്റെ ഏറ്റവും നല്ല റോളുകളിൽ ഒന്നാണ് ഈ പ്രണാമത്തില്. നടനാണെന്നൊന്നും പറഞ്ഞില്ല. അല്ല പറയുന്നത് എന്നിട്ട് ഏറ്റവും വലിയ നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ സംഭവമാണെങ്കിൽ പോലും കേൾക്കുമ്പോൾ ചിരി വരുന്ന സംഭവമാണെങ്കിൽ പോലും പറയുന്നത് വെച്ചാൽ അശോകൻ ആ ജയിലില് അധികം ഹൈറ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്താണ്. അപ്പൊ നിക്കാൻ പറ്റില്ല. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പിറ്റേ ദിവസം ചായ കൊണ്ടുവരുന്ന ഒരു പയ്യൻ അശോകന്റെ അടുത്ത് ചായ കൊണ്ടുവരുന്നു. അശോകേട്ടാ നിങ്ങൾ എന്താ ഇവിടെ ചോദിച്ചില്ലേ? അവൻ കരഞ്ഞുപോയി, അശോകനും കരഞ്ഞുപോയി. അശോകനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താണെന്ന് അറിയില്ല. പിന്നെ ഉടൻ തന്നെ എല്ലാവരും ഇത് അറിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ ഇതേപോലെ ലീഡിങ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, അയാളുടെ സ്റ്റില്ലാണ്, ആ സിനിമയിലെ വേറെ സ്റ്റില്ല് ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് അയച്ചു കൊടുത്തതിന് ശേഷം അത് അങ്ങനെ വന്നു. പിന്നെ ആ സെയിം നേരത്തെ തൊട്ട് മുമ്പ് വന്ന ഏതൊരു പത്രത്തിൽ അനന്തരം എന്നൊരു സിനിമയിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ആ സിനിമയിൽ പ്രധാന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരുന്നത്. ആ പടം എടുത്തിട്ട് അവിടുത്തെ CID
ഡിപ്പാർട്ട്മെൻറ്റ് അരബ് സാറിൽ മുഴുക്കി അവരെ കൊണ്ട് ഇത് ഞങ്ങളുടെ സ്പോൺസറെ കൊണ്ട് കാണിച്ചു. ഇതാണ് ഈ കിടക്കുന്ന ആൾ, അങ്ങനെയല്ല മറ്റേ മറിച്ചാണ് അവിടുത്തെ വലിയൊരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ അടിച്ച് പറഞ്ഞ കേട്ടു. അത് അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇത് സിനിമയാണ് റിയൽ ലൈഫിലുള്ള ആളല്ല എന്നാണ് അങ്ങനെ പ്രതി വിട്ടത്. പക്ഷെ അപ്പോഴും അശോകന്റെ ഒരു പ്രത്യേകത അശോകന് വേണമെങ്കിൽ കുട്ടനെയൊക്കെ വിളിക്കായിരുന്നു, വിളിച്ചില്ല. അശോകൻ അവിടെ ആ ജയിൽവാസം അനുഭവിച്ചു. വേണമെങ്കിൽ അശോകന് എന്നെയൊക്കെ വിളിക്കായിരുന്നു, വിളിച്ചില്ല. അഭിമാനം എന്നുള്ള അതാണ് അശോകന്. ഓരോരുത്തരും ടാർഗറ്റ് ഇല്ല, നമ്മളൊന്നും വിളിച്ചില്ല. അതാണ് അശോകന്റെ അഭിമാനമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അവിടെ നിന്ന് വേണമെങ്കിൽ അശോകന് ഒരു ഫോൺ വാങ്ങിച്ചിട്ട് ഇതല്ലേ ജെറിഷ് ഞാൻ പറഞ്ഞില്ല, പറഞ്ഞിട്ട് കാര്യമില്ല അറിയാം. അശോകൻ അത് അനുഭവിച്ചു. പക്ഷെ അല്ല അവിടെ കുറച്ചുകൂടെ കൂടുതൽ ദിവസം കിടക്കണം എന്നുള്ളത് ജയകൃഷ്ണ വിളിച്ചാൽ മതി. ഈ പയ്യൻ കൊണ്ടുകൊടുത്ത എന്റെ സംഭവം അശോകനാണ് എന്റെ അടുത്ത് നെറേറ്റ് ചെയ്ത്, അല്ലെന്ന് പറയട്ടെ. ഈ പയ്യൻ കൊണ്ടുകൊടുത്ത് അശോകൻ കരഞ്ഞു പോയതാണ്. എനിക്ക് അതിന്റെ ബാക്കിയൂടെ ഉണ്ട്. അശോകൻ ഈ ടെൻഷന്റെ ഇടയില് ഞാൻ വിചാരിച്ചു രണ്ടുപേരും കരയുന്നു. അശോകൻ ഈ ചായ വാങ്ങിച്ചു ഫുൾ കുടിച്ചു. അത് ഈ ഇമോഷൻസിന്റെ ഇടയിൽ എങ്ങനെ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. ടെൻഷനൊക്കെ മറന്നു, ചായയൊക്കെ കുടിച്ചിട്ട് കൂളായിട്ട് അവന്റെ ഒരു കാല് ഗ്ലാസ് കൊടുത്ത് അവൻ പോയി. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് ജീവിതത്തിൽ, ഒരുപാട് സംഭവങ്ങൾ. വിജയരാഘവൻ ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നടേശ കൊല്ലണ്ട എന്നുള്ള ഒറ്റ ഡയലോഗാണ്. അതിന് മുമ്പ് ചേട്ടൻ പല സിനിമകളും കുറേ ഡയലോഗുകൾ തുരുതുര പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടം പോലെ മണിക്കൂറുകളിൽ നിന്ന് ഡയലോഗുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരൊറ്റ ഡയലോഗാണ് ഇന്നും ആൾക്കാർ ഓർക്കുന്നത്. ചേട്ടനെ കാണുമ്പോഴും ആ ഡയലോഗിനെ കുറിച്ച് പറയുന്ന ആളുകൾ ഇപ്പോഴും ഇല്ലേ? അതിങ്ങനെ ഈ പറഞ്ഞ സിറ്റുവേഷൻ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന പല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു ഡയലോഗ് ആയതുകൊണ്ടാണ് ആൾക്കാരത് പ്രയോഗിക്കുന്നത്. അല്ലാതെ അതൊരു നടന വൈഭവമോ അങ്ങനത്തെ വലിയ സിറ്റുവേഷൻ ഒന്നും അല്ല. അതിൻ്റെ ഒരു ആ വാക്കിൻ്റെ ആ വാചകത്തിൻ്റെ ഒരു ഭംഗി, പിന്നെ അത് പ്രസൻറ്റ് ചെയ്തപ്പോൾ ഒരു ഹ്യൂമർ ഉണ്ട് അതിനകത്ത്. അടിച്ചു ഒതുക്കാൻ വേണ്ടി പോയിട്ട് അവസാനം നടേശ കൊല്ലണ്ട എന്ന് പറയുന്ന അതിനകത്തൊരു വോക്കൽ ട്രിക്കറി ആയിരുന്നു. അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കപ്പെട്ടത്. ശ്രദ്ധിക്കപ്പെടുകയില്ല നടേശ കൊല്ലണ്ട എന്ന് പറഞ്ഞാൽ കിട്ടും. അതിനകത്ത് ഒരു അതിന് വോക്കൽ ട്രിക്ക്, അതിന് ഹ്യൂമർ പല രീതി ഉണ്ടല്ലോ. അതിൻ്റെ ശബ്ദം കൊണ്ടുള്ള ഒരു കളിയാണ്. അതുപോലെ ഈ മമ്മൂക്കനെ കുറിച്ച് പറയുമ്പോൾ മമ്മൂക്കയ്ക്ക് ഒരു വരവ് കൊടുത്തത് ന്യൂഡൽഹി സിനിമയാണ് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ വിജയരാഘവൻ എന്ന നടന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്, കൂടുതൽ ആളുകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നത് ആ ന്യൂഡൽഹി തന്നെയല്ലേ? അതെ, ന്യൂഡൽഹി തിരിച്ചറിഞ്ഞല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു ഫുൾ ടൈം സിനിമക്കാരനായ ന്യൂഡൽഹി ശേഷം. അതിന് മുമ്പ് ഞാൻ നായകനാവാൻ വയ്യാത്തോണ്ട് സിനിമയിൽ അഭിനയിക്കുന്നത് നിർത്തി. അത് ഞാൻ 2000 അഭിനയിച്ചിട്ടില്ല സിനിമയിലും. നായകൻ അഭിനയിക്കണ്ട വിചാരിച്ചിട്ട് തന്നെ എല്ലാരും നായകനാകാനല്ല. അതല്ല, കുറെ കഴിയുമ്പോൾ ഒരു ഫ്രെയിം ഉണ്ട് അതിനകത്ത്. അന്ന് പ്രത്യേകിച്ച് ഞാൻ എന്നെയൊക്കെ വിളിക്കുന്നൊരു 8 ഫൈറ്റ് 9 ഫൈറ്റ്, പിന്നെ അതിനകത്തൊരു കാമുകി കാണും, അല്ലെങ്കിൽ ഒരു അച്ഛൻ കാണും, അങ്ങനത്തെ ഒരു കഥയായിരിക്കുമല്ലോ. പിന്നെ മലബാറിലൊക്കെ നല്ല വിൽക്കും ഫൈറ്റ് ഉള്ളതുകൊണ്ട്. അത് രാവിലെ കൂലിപ്പണിക്ക് ഇറങ്ങുന്ന പോലെ അടി, അയ്യോ അതൊരു വല്ലാത്ത അവസ്ഥ. അത് നമ്മളൊരു ആക്ടർ എന്നുള്ളത് അത് നഷ്ടപ്പെടും. നമുക്കൊരു ബോധമുണ്ടല്ലോ. നമുക്ക് തന്നെ വൈകുന്നേരം ഇത് കഴിയുമ്പോൾ തോന്നി എന്തിനായി പണിക്ക് കിടക്കുന്നത്, അങ്ങനെ തോന്നിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച്. എനിക്ക് അത് എത്ര വലിയൊരു അവസ്ഥയായിട്ട് അഭിനയത്തിൽ നായകൻ ആണ് മഹാകാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ വിചാരം നല്ലൊരു ആക്ടർ ആകുക എന്നുള്ളതല്ല, അല്ല സ്റ്റാർ അല്ല, ആക്ടർ എന്നുള്ളതാണ് എൻ്റെ മനസ്സ് ആഗ്രഹം. പിന്നെ ആദ്യകാലങ്ങളിലെ സക്സസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മളിപ്പം അപ്പുക്കുട്ടന്റെ മണ്ടത്തരം കാണിക്കുമ്പോൾ കുറെ പടങ്ങളിൽ ആ മണ്ടത്തരം റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു റോൾസ് എന്നെ തേടി വന്നിട്ടുണ്ട്. അശോകൻ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഒരു റിബൽ, യവനികയിലായിക്കോട്ടെ ജാലകത്തിലായിക്കോട്ടെ, വീട്ടിലെ ഒരു ആംഗ്രി ആയിട്ടുള്ള ഒരു റിബൽ, ചിലപ്പോൾ അച്ഛനോട് കയർക്കുന്ന, അമ്മയോട് കയർത്ത് നിൽക്കുന്ന, അങ്ങനെ ഒരു ക്യാരക്ടർ എല്ലാ അശോകനായിരുന്നു ആ സമയത്ത് തേടി വന്നിട്ടുള്ളത്. നായകന്റെ കൂടെ പാരലായിട്ട് നിന്ന് തന്നെ ഒരു ചുംബനം തരുമോ, ഒരു ഉമ്മ തരുമോ, തിരിച്ചുതരാ എന്നൊക്കെ പറയുന്ന ആ റോള്. പിന്നെ അശോകന്റെ റൊമാൻസ് വേറൊരു ടൈപ്പാണ്. അശോകന്റെ ജാലകത്തിലെ ആ ഒരു തലം മാത്രം എന്ന് പറഞ്ഞ ആ പാട്ടിന്റെ ആ പിക്ചറൈസേഷൻ നമുക്ക് ഇപ്പോഴും മറക്കാൻ കഴിയില്ല. മാത്രം ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നു, തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു, ഒരു തലം മാത്രം. ഈ പാട്ടൊക്കെ ഇപ്പോഴും ഞാൻ അശോകനോർത്ത് 2 തുള്ളി കണ്ണീരൊന്നും വീട്ടില്ല. ഞാൻ വളരെ ഇഷ്ടപ്പെട്ടിങ്ങനെ നിൽക്കും. ജഗദീഷ് പാട്ട് പാടുമ്പോ ഒരു സമയത്ത് ഭയങ്കര ട്രോൾ വന്നൊരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ട്രോൾ ഞാൻ അർഹിക്കുന്നതാണ്.
അത് എന്റെ ഗായകനെ മാറ്റം വരുത്താൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പക്ഷെ സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല. പക്ഷെ ഈ കൊക്കും പൂഞ്ചിറകും എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും ഭയങ്കര തരംഗം. ഏത് പാട്ടാ? കൊക്കും പൂഞ്ചിറകും. അത് ക്ലിക്കായതാണ്. അത് പാട്ട് നന്നായിട്ടുണ്ടെങ്കിൽ അത് SP വെങ്കടേഷ്, ബിജു തിരുമല അവര് എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. സംവിധായകൻ സുരേഷ് ബാബു നിർദ്ദേശിച്ചനുസരിച്ചാണ് ഞാൻ പാടിയത്. ആ പാട്ട് ക്ലിക്കാണ്. ഇന്നും യൂട്യൂബിലൊക്കെ ഭയങ്കര വ്യൂവർഷിപ്പ് ഉള്ള പാട്ടാണ്. ചിത്രയോടൊപ്പം പാടാൻ കഴിഞ്ഞെന്നുള്ള ഒരു വലിയ ഭാഗ്യമാണ്. ഒരു നിസ്സാര ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അത് ഈ ട്രോള് വരുമ്പോഴും ചേട്ടൻ എടുത്ത ഒരു ഇതുണ്ട്, എത്ര ട്രോള് വന്നാലും കുഴപ്പമില്ല ഞാൻ പാടിക്കോളാം. ട്രോള് നമ്മൾ സ്വാഗതം ചെയ്യണം. ട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നന്നാക്കാൻ കൂടിയാണ്. നമ്മളെ കളിയാക്കുക, പരിഹസിക്കുക എന്നതിനപ്പുറം നമ്മള് ഓവർലോഡൊക്കെ എടുക്കുമ്പോൾ അതിനെ കളിയാക്കും. നമ്മൾ പാടാൻ പാടില്ലാത്ത ചില പാട്ടുകൾ ആഗ്രഹം കൊണ്ട് പാടുമ്പോൾ അങ്ങനെ ആഗ്രഹം കൊണ്ട് പാടരുത് എന്നുള്ള മുന്നറിയിപ്പാണ് ഈ ട്രോളുകൾ. അത് നമ്മൾ സ്വീകരിച്ചു. എന്നാലും നമ്മൾ വീണ്ടും പാടി, അത് വേറെ പ്രശ്നം. അശോകേട്ടൻ നന്നായിട്ട് പാടുമല്ലോ. അശോകൻ നന്നായിട്ടേ പാടും. അശോകന്റെ പ്രത്യേകത നന്നായിട്ടേ പാടാൻ കഴിയുള്ളൂ. പാട്ടുകാരനായിരുന്നു. ഇപ്പൊ ഒരു പടത്തിൽ പാടി. പക്ഷെ കേട്ടോ പാലും പഴവും അത് പാടി. ഇപ്പൊ ഈ രാൻ മൂവി ആയിട്ടോ, ഇതിപ്പോ വാട്ടർ പാക്കറ്റ് എന്നുള്ള ആ പാട്ട് അത് ഞാൻ എത്ര തവണ കേൾക്കുന്നു എന്ന് എനിക്ക് എന്താ അറിയില്ല. ഭയങ്കര ക്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര രസമുണ്ട്. അപ്പോൾ ഈ ധനുഷ് എന്ന നടനെ നിങ്ങൾക്കറിയാം, ധനുഷ് എന്ന സംവിധായകൻ എങ്ങനെയുണ്ടായിരുന്നു? ബ്രില്യൻ്റ് ഒരു ഡയറക്ടറാണ്. എന്താ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡയറക്ടറിന് ഇപ്പം വർക്ക് ചെയ്തപ്പോൾ നിഞ്ചേട്ടനാണ്, എല്ലാവർക്കും ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്, അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം. അപ്പം നമുക്കൊരു ഡയറക്ടറിൻ്റെ അടുത്ത് പോയി എന്താ അവരുടെ സ്ക്രിപ്റ്റ്, അവരുടെ മനസ്സിലൊരു സംഭവം ഉണ്ടാവില്ല. അപ്പം നമ്മളത് പോയി ചോദിക്കുമ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മളും കുറേ സ്റ്റാൻഡേർഡ് ആവാനുള്ള സാധ്യത. ആ ഒരു ക്ലാരിറ്റിയും പിന്നെ എനിക്ക് ധനുഷ് സാറിൻ്റെ ഏറ്റവും അത്ഭുതം തോന്നുന്നത് ഹീസ് എ സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു പദവി കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പം പുള്ളി ഡയറക്റ്റ് ചെയ്യുമ്പം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഭയങ്കരമായിട്ട് എനിക്കൊരു എന്താ പറയുക ആകാംക്ഷ ഉണ്ടായിരുന്നു, ഇത് അറിയാനായിട്ട് എങ്ങനെയാ, ഹൗ ഡസ് ഇറ്റ് വർക്ക് എന്നുള്ളത്. പക്ഷെ എന്ത് തന്നെ അച്ചീവ് ചെയ്യണമെങ്കിലും there's only one way, that is hard work എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു രീതിയാണ് പുള്ളിയുടെ. അതായത് ഹാർഡ് വർക്കിലൂടെ അല്ലാണ്ട് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഈ ഡയറക്ഷൻ ആണെങ്കിലും ഹെഡ് ടു ടു പുള്ളി എല്ലാവരുടെ പെർഫോമൻസുകൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ്, അതിൽ വേറെ ഒന്നും ആലോചിക്കില്ല. പുള്ളി ആസ് എ ഡയറക്ടർ വാണ്ട്സ് എവ്രി വൺ ഓഫ് ഹിസ് ആക്ടേഴ്സ് ടു ഗിവ് ദ ബെസ്റ്റ് പെർഫോമൻസസ്. അതിനു വേണ്ടി എത്ര ടൈം പോയാലും എത്ര ടേക്ക് പോയാലും ഹി വാസ് ഓക്കെ വിത്ത് ഇറ്റ്. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. ആൻഡ് ഇറ്റ് വാസ് വെരി റിയലി ഗുഡ് ടു വർക്ക് വിത്ത് ഹിം ആൻഡ് ദ എൻറ്റയർ ടീം. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു ഫിലിമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരേ ടൈമിലായിരുന്നു ഏകദേശം ഷൂട്ട് നടന്നത്. അതെ 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 അതെ, ഇതിനിടയ്ക്കായിരുന്നു അങ്ങോട്ട് പോയിരുന്നത്. അപ്പൊ രണ്ടും നല്ല ഹാപ്പി ടൈം. എനിക്ക് രണ്ടും ഇഷ്ടമുള്ള സെറ്റ് പോയാലും നാട്ടിൽ വന്നാലും ഇവരുടെ കൂടെയൊക്കെ തന്നെ. അപ്പൊ അവിടെ പോയാലും ആ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പൊ ഭയങ്കര സമാധാനം. എനിക്ക് പൊതുവെ ഭയങ്കര ടെൻഷൻ, ഇങ്ങനെ ഒരുമിച്ച് ഡേറ്റ് ക്ലാഷ് ഒക്കെ വരുമ്പോ ചോദിക്കുകയും ചെയ്തു തോന്നുന്നല്ലേ, ഭയങ്കര ഹാപ്പിയാ. അപ്പൊ ഞാൻ ഇവിടെ ആണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ഇവരൊക്കെ ആയിട്ട് മലയാളത്തിൽ പൊതുവെ ഐ ഹാവ് ഒരു വീട് അല്ലെങ്കിൽ ഒരു ഹോം എന്നുള്ളൊരു ഫീൽ ഉണ്ടാവല്ലോ നമുക്ക് എപ്പോഴും. തമിഴില് നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അവിടെ ഭയങ്കര കംഫർട്ടബിൾ ആയി. അപ്പോൾ ഐ വാസ് വെരി ഹാപ്പി ആ ഒരു സമയത്ത്. വാട്ടർ പാക്കറ്റില് അതില് ഇങ്ങനെ തുള്ളി വന്ന് ഡപ്പാക്കുത്ത് കളിക്കുന്നത് അത് തിയേറ്ററിൽ ഭയങ്കര കൈയായിരുന്നു. ബാബാ ഭാസ്കർ സാറാണ് എന്നെ കൊറിയോഗ്രാഫി ചെയ്തത്. അദ്ദേഹം ഭയങ്കര രസമായിട്ട് ധനുഷ് സാറും പുള്ളിയും കൂടെ ഭയങ്കര രസമായിട്ടാണ് അത് കൊറിയോഗ്രാഫി ചെയ്തത് പാട്ട് മുഴുവൻ. അപർണ തന്നെ പറയുന്നുണ്ട് ആ സമയത്ത് ഒരു വെയിറ്റ് ഗെയിനിങ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും എല്ലാവരും വെയിറ്റ് ഗെയിനിങ്ങിനെ കുറിച്ച് പറയുമ്പോഴും ആ സെറ്റ് മുഴുവൻ തന്നൊരു സപ്പോർട്ട് അത് ഭയങ്കരമായിരുന്നു. ആ കോൺഫിഡൻസ് തരുന്നത് സ്പെഷ്യലി ധനുഷ് സാർ ആണെങ്കിലും അല്ലെങ്കിൽ ആ ടീം മൊത്തം ആണെങ്കിലും ഇറ്റ് വാസ് വെരി എന്താ പറയുക, ഇപ്പൊ ഡാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് എന്താ പറയാ, അത് വേറൊരു രീതിയിൽ ഇപ്പൊ ആൾക്കാരെ അതിനെ കണ്ടു തുടങ്ങി. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഒരുപാട് പേര് അതിനെ എംബ്രേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷം തന്നെയുണ്ട്. അതുപോലെ കക്ഷി അമ്മിണിപ്പിള്ള എന്ന സിനിമ, അതിൽ ആസിഫ് അലി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമയിൽ ആസിഫ് അലി അത്രയും കംഫർട്ടായ ഒരു നടനായതുകൊണ്ടാണോ വീണ്ടും ആസിഫ് അലി? ഇപ്പോൾ കക്ഷി അമ്മിണിപ്പിള്ള തന്നെ എനിക്ക് ഇപ്പോൾ ഓർക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ആസിഫിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു കക്ഷി അമ്മിണിപ്പിള്ള എന്ന് പറഞ്ഞാൽ ഒരു ഏട്ടൻ ക്യാരക്ടർ. അതുവരെ എപ്പോഴും കോളേജ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ അഭിനയിച്ചിട്ട്. അപ്പോൾ അല്ല, ആസിഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈസിലി ആക്സസ് ആണ്, അതൊരു ഘടകം. പിന്നെ ഈ ക്യാരക്ടർ എഴുതുമ്പോൾ ബാഹുൽ ഞാനും അതിനെ കൺസീവ് ചെയ്യുന്ന സമയത്ത് തന്നെ
ആസി തന്നെയാണ്, ആസിൻ്റെ വേറൊരു പെർഫോമൻസ്, മെച്ചുവേർഡ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് അന്നേക്ക് കാണാൻ പറ്റി. അപ്പോൾ കറക്റ്റായിട്ട് ആസിഫ് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സ്റ്റേജിൽ കൂടിയാണ് അതെ ആസിഫ് അലി വന്നത്. കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ്. അപ്പോൾ ഇതിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആസീനെ കാണാൻ പറ്റും. അത്രയും എന്താ പറയുക, നന്നായിട്ട് എനിക്ക് പല ഏരിയാസിലും ഞാനിങ്ങനെ വെച്ചാൽ ആസി ഈ ലെവലിൽ നമുക്ക് തന്നെ ഉണ്ടാവില്ല ഒരു ഡയറക്റ്റ് നമുക്ക് ഷോട്ട് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഗൂസ് ബംപ് എന്ന് പറയുന്ന രീതിയിൽ ഭയങ്കര. ചേട്ടൻ എല്ലാവരും ഓർക്കുന്ന ആദ്യത്തെ റോൾ എന്ന് പറയുന്നത് ഇനിയറിയാന്നുള്ള അപ്പുക്കുട്ടൻ തന്നെയാണ്. പക്ഷെ ആ അപ്പുക്കുട്ടൻ ആദ്യം ചേട്ടനായിരുന്നില്ല, സിദ്ദിഖിനായിരുന്നു ആദ്യം കൊടുത്തിരുന്നേന്ന് പറഞ്ഞിട്ട്. അല്ല, അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ആദ്യമേ ഞാൻ തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് ഡേറ്റ് ഇല്ല എന്ന് ഇടയ്ക്ക് നിന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ ഒരു തെറ്റിദ്ധാരണ പരത്തി ഇവരെടുത്ത് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ആ റോളിലേക്ക് ഇവർ ഇടയ്ക്ക് ഹാജ എന്ന് പറയുന്ന ഹാജ എന്ന് പറയുന്ന നടനെ ആലോചിച്ചു. അത് ഫാസിൽ സാറിന്റെ ബന്ധുവാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഹാജ, അപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഹാജയ്ക്ക് അപ്പോൾ വേറെ റോള് ആദ്യം വെച്ചിരുന്നു, ഇപ്പോൾ വെച്ചിരുന്ന റോള് തന്നെയാണ്. ആ ഹാജയുടെ മോട്ടോർ സൈക്കിളിലാണ് നമ്മൾ കാറ്റ് ഉരുവിടുന്നത് സ്കൂളിൽ. അപ്പോൾ അങ്ങനെ എനിക്ക് ഡേറ്റ് ഇല്ലെന്ന് വെച്ചു. പിന്നെ വേറൊരു ഫംഗ്ഷന് ഈശ്വരനായിട്ടാണ് വീണ്ടും സിദ്ദിഖിന്റെ മുന്നിൽ ഒരു ഫംഗ്ഷൻ എന്നപ്പോൾ സിദ്ദിഖും ലാലുവിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ഡേറ്റ് ഒന്നും ഇല്ല, നമ്മൾ നല്ലൊരു പ്രോജക്റ്റാണ് പ്ലാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞ ഡേറ്റ് ഇല്ല. അപ്പോഴാണ് ആ തെറ്റിദ്ധാരണ നീങ്ങിയത്. ഞാൻ പറഞ്ഞു, ഞാനുണ്ട്, എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അതെന്താണ് ആ കൺട്രോളർ അങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല, എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു വലിയ തെറ്റിദ്ധാരണ മാറിയത് കാരണമാണ് ഞാൻ വീണ്ടും വന്നത്. ആദ്യമേ എന്നെ മിസ്സായിരുന്നെങ്കിൽ വലിയ ലോസ് എൻ്റെ ജീവിതത്തിൽ. ഇപ്പോൾ ചിലർ പറയും ചിലത് അതല്ലെങ്കിൽ വേറെ പടത്തിലൂടെ അത്രയും വലിയൊരു ടേക്ക് ഓഫ് കിട്ടിയതെന്നൊക്കെ പറയും. അതല്ല, ഞാൻ അതിനു മുമ്പ് ചെയ്ത കുറേ നല്ല കഥാപാത്രങ്ങളുണ്ട്. കാരണം വെച്ചാൽ വെള്ളാനകളുടെ നാടായിക്കോട്ടെ, സംഘം, അങ്ങനെയുള്ള കുറേ പടങ്ങളിൽ വേഷങ്ങളൊക്കെ തന്നെ ഹ്യൂമറും ഒക്കെ കലർന്നാണ്. പക്ഷേ എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന രണ്ടുപേരാണ് സിദ്ദിഖും ലാലും. ഞാൻ റിയൽ ലൈഫിൽ, കാരണം മണിവത്തൂരിലെ 1000 ശിവരാത്രിയിലെ ഡയലോഗ്സ് ഞാൻ എഴുതിയപ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സാണ് അവർ. അപ്പോൾ അവർ എന്നെ നേരിട്ട് ഞാൻ റിയൽ ലൈഫിൽ പറയുന്ന ഹ്യൂമറും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് അവർക്ക് എന്നെ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യിച്ചാൽ കൊള്ളാമെന്ന് അവർ തോന്നിയിട്ട് സ്ക്രിപ്റ്റിൽ അങ്ങനെയാണ് വരുത്തിയിരിക്കുന്നത്. ഈ 4 പേരിലും ഏറ്റവും മണ്ടനായിട്ട് കണ്ടത് എന്നെയാണ് അവർ. അശോകനെ മണ്ടനായിട്ട് കണക്കാക്കാൻ പറ്റില്ല, എന്നെ മണ്ടനായിട്ട് കാണാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അതുപോലെ അശോകേട്ടാ, അതുപോലെ ഈ ക്യാരക്ടറിന്റെ കാര്യം പറയുമ്പോഴേ അമരത്തിലെ റോള് ചെയ്യേണ്ടിയിരുന്നത് ചേട്ടനായിരുന്നില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റൊരാളായിരുന്നു. അത് അയാൾക്ക് ആ സമയത്ത് സുഖമില്ല വന്നു. വൈശാലിയിലെ പിന്നെ ഹീറോയാ. പുള്ളിക്ക് സുഖമില്ല വന്ന കാരണം ഒരു കാര്യം. അങ്ങനെയാണ് പെട്ടെന്ന് ആലോചിച്ചപ്പം പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ ബാബു തിരുവല്ലയാണ്. ബാബു തിരുവല്ലയും അതിൻ്റെ പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ ജോർജ് കിത്തുവാണ് പിന്നെ ഡയറക്ടറായിട്ടുള്ള ആൾ. അവർ നിർബന്ധിച്ചാണ് ഭരതേട്ടോട് പറഞ്ഞത്, നമുക്ക് അങ്ങനെ ഇങ്ങനൊരാളെ നോണായിട്ടുള്ള ഇവിടുത്തെ ഒരു ആക്ടറെ ഇടണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവരാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആക്ച്വലി അതിനകത്ത് വന്നത്. അതുവരെയുള്ള സത്യമാണ്. അതിൻ്റെ പിന്നിൽ ഈ സഞ്ജയെ അസുഖത്തിലാക്കിയത് അശോകനാണെന്നും പറഞ്ഞ് ചില ഗോസിപ്പുകളന്ന് വന്നു. അത് ശരിയല്ല, അശോകന് പരിചയം പോലും ഇല്ല. ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഇല്ലെങ്കിൽ കേട്ടോ, ഇത് നമ്മുടെ തെറ്റിദ്ധാരണ. അവര് അശോകനെ പരിചയം കണ്ടിട്ടൊന്നുമില്ല. വൈശാലി ഇല്ലായിരുന്നു. അശോകൻ അയാളെ കണ്ടിട്ടുണ്ട്. അവിടെ തന്നെ കലക്കി കൊടുത്തതാണോ? അങ്ങനെയൊക്കെ ഗോസിപ്പ് വന്നിട്ടുണ്ട്. അത് എന്തായിരുന്നില്ല, നമ്മൾ നോക്കേണ്ട നമ്മുടെ നാട്ടിലുള്ള അശോകനാവേശം കിട്ടിയാലാണ് എനിക്ക് സന്തോഷം. അമ്പലത്തിൽ ഇനിയിപ്പോ എങ്ങനെയാണെന്നുള്ളതൊന്നും കൂടുതൽ നമുക്ക് എന്താ പറയുക വിജയരഞ്ജന പൂക്കാലം അതിന് അവാർഡ് ലഭിച്ചിരിക്കുന്നു, അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അംഗീകാരങ്ങളിൽ വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമായിരുന്നു ചേട്ടനെ കാണുമ്പോൾ, അവാർഡുകൾ ലഭിക്കാത്തതിൽ വിഷമമുണ്ടോ എന്ന് ആ കാലം തൊട്ട് ചേട്ടൻ കേൾക്കുന്ന ഒന്നാണ്. പണ്ട് പ്രതീക്ഷിച്ചിരുന്ന ചില സമയമുണ്ട് നമുക്ക് അത് കിട്ടും. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാൻ അത് എന്താണ് അവാർഡ് കിട്ടും കേട്ടോ എന്ന് പറയും. ചേറാടിക്കര എന്ന് പറഞ്ഞു അത് കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പയ്യന്റെ ദേശാടനം അവര് പലരും ഇപ്പോഴും പറയുന്നുണ്ട് അവാർഡ് കിട്ടിയിട്ടില്ലേ. അങ്ങനെ ചില സിനിമകൾ. പിന്നെ ലീലയില് ഡയറക്ടർ ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് കിട്ടുമെന്ന് രഞ്ജിത്ത് തന്നെ പറഞ്ഞു. രഞ്ജിത്ത് തന്നെ ഏറ്റവും നിരാശ പോകേണ്ട ഒരു സമയമാണ്. അങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്ക് അതിനൊരു വലിയൊരു ആവേശം തോന്നുകയല്ല. അത് വളരെ കറക്റ്റാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇത്തവണത്തെ അവാർഡ് കിട്ടാത്തതിൽ എനിക്ക് ഒരു വിഷമവും വിജയരാഘവന് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് താനും. പക്ഷെ എനിക്ക് വിഷമം ഉണ്ടായ ഒരു കാര്യമാണ്. കാരണം എൻ്റെ വീട്ടിൽ പത്രക്കാരെല്ലാവരും കൂടി വന്നു എനിക്ക് അവാർഡ് ഉണ്ടെന്നും പറഞ്ഞു. എന്നിട്ട് ഈ അവാർഡെല്ലാം ഡിക്ലെയർ ചെയ്തതിന് ശേഷം
വിഷമിക്കരുത്, വിഷമിക്കരുത്. എല്ലാവരും വന്ന് ഞാൻ ഏതാണ്ട് വിഷമമുള്ള രീതിയിൽ കരഞ്ഞെന്നുള്ളത് ഇനിയും സമയമുണ്ടല്ലോ ചേട്ടാ, ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നത് എന്ന് എല്ലാവരും എന്നെ ആശ്വസിപ്പിക്കുന്നു. അവരവിടെ അപ്പക്കുട്ടനായി. അതല്ലേ നമ്മള് അവാർഡ് വീട്ടിൽ എല്ലാ ജീവിക്കാരും ഒരു ചാനലല്ലെന്ന് എത്ര ചാനലുകാർ വന്നിട്ടുണ്ട്. അവർക്ക് എവിടുന്ന് മെസ്സേജ് കിട്ടി ഇതൊന്നും എനിക്കറിയില്ല. പ്രതീക്ഷയുണ്ടോ കിട്ടുമോ? അതൊന്നും ചോദിച്ചില്ല. ഞാൻ വീടിന്റെ 2ാം നിലയിലാണ് എന്റെ റൂം. ഞാൻ ആ റൂമിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് ഉണ്ടെന്നുള്ള അറിവ്. ഞാൻ പറഞ്ഞു അത് അനൗൺസ് ചെയ്യാതെ എങ്ങനെ അറിയാൻ പറ്റും. അനൗൺസ് ചെയ്തതിനു ശേഷം ഞാൻ താഴെ ഇറങ്ങി വന്നു, അവരെ കണ്ടു. അപ്പോഴാണ് ഒരു സംഭവം ചേട്ടാ ഒന്നും വിഷമിക്കും. എനിക്കൊരു അനുഭവം അറിയാം. ഈ അവാർഡ് കിട്ടിയ സമയത്ത് ഞാൻ UK-ലായിരുന്നു. എൻ്റെ മോനും കുട്ടികളൊക്കെ UK-ലാണ്. അപ്പം ഞാൻ അവിടെ ആയിരുന്നു. ഞാൻ രാവിലെ 8 ഇവിടെ അവിടുത്തെ 8 മണിക്ക് ഞാൻ ഉറങ്ങുക, രാത്രി ലേറ്റായി കിടന്ന്. എൻ്റെ മോനെ വിളിച്ചു പറഞ്ഞു എങ്ങനെ വെച്ചാൽ ഞാനത്ര ഇല്ല. അപ്പോൾ ചാനലിൽ നിന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. നമ്പർ മോൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. വീട്ടിലാരൊക്കെ വന്നു എന്ന് പറയും ചാനലുകാർ. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ വന്നിട്ടാണ് അല്ല എന്തെങ്കിലും സന്തോഷമുണ്ട്. 1-2 വാക്കിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ തീർച്ചയായും വരുമ്പോൾ ഇൻ്റർവ്യൂ ആണ്. ഞാൻ തീർച്ചയായിട്ടും വരും. അങ്ങനെ പല ചാനലുകാരും വിളിച്ചു. ഓക്കെ എല്ലാവരും ഞാൻ 24-ാം തീയതി വരുമെന്ന് പറഞ്ഞു. 24-ാം തീയതി ഫ്ലൈറ്റ് ഇറങ്ങി അങ്ങോട്ട് മെയിൻ റോഡിലോട്ട് കയറിയില്ല. അപ്പോൾ ഒരു ഫോൺ വന്നു ഒരു ചാനലിൽ നിന്ന്. വന്നില്ലേ ഈ ഹേമ കമ്മീഷൻ ഇന്ന് വരെ ഇപ്പൊ ഇത്രയും ദിവസമായി ഞാൻ വന്നിട്ട് ആരും എന്നോട് അവാർഡ് ചോദിച്ചില്ല കേട്ടോ. അതേസമയം ഞാൻ അവിടെ തന്നെ അന്നും കിട്ടിയതൊക്കെ അവാർഡ് കിട്ടിയോ ഞങ്ങൾ ഇന്റർവ്യൂ വേണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഒറ്റ മനുഷ്യനെ കാണുന്നില്ല. എല്ലാവർക്കും ഒറ്റ കാര്യമുള്ളൂ, ഹേമ കമ്മീഷൻ എന്താന്നുള്ളതാ. അതിപ്പോ ഞാൻ അവാർഡിനെ പറ്റി ഇപ്പൊ പറഞ്ഞപ്പോ ഓർത്തു പോയതാ. അതുകൊണ്ട് അല്ല കിട്ടിയ സന്തോഷം തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അംഗീകാരം കിട്ടാൻ വലിയ മാത്രമല്ല നമ്മളൊരു സിനിമയിൽ അഭിനയിച്ചിട്ട് ഒരാൾ നല്ല എന്ന് പറയുമല്ലോ, അത് തന്നെ വലിയ സന്തോഷം. പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രി ഉള്ളവര്, പ്രത്യേകിച്ച് അഭിനയത്തിനെ പറ്റി വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർ, അത് ആസ്വാദകര്, അവരൊക്കെ പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇവിടെ ചില ആൾക്കാർ അതിനെ പറ്റി ചില ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പം കൂടുതൽ അപ്പം നമ്മൾ ചില സിറ്റുവേഷനൊക്കെ അഭിനയിക്കുമ്പം നമുക്ക് ചില സാധനങ്ങൾ ഇഷ്ടപ്പെടും. പക്ഷെ അത് സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ചേട്ടൻ ആ ഒരു സിറ്റുവേഷൻ ചേട്ടൻ അങ്ങനെയല്ലേ ചെയ്തത് ചേട്ടൻ ചോദിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷം. ഒരു കാര്യം കൂടെ പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പൂക്കാലം കണ്ടിട്ട് ഞാൻ വിജയരാഘവനെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു. അതേപോലെ ഫാമിലി കണ്ടിട്ട് കുട്ടൻ എന്നെ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ല വേഷമാണെന്ന് ഫാമിലി സമയം സംസാരിച്ചു. അതാണ് നമുക്കറിയാം നടന്മാരെന്ന നിലയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ജഗദീഷ് ഇതുവരെ ചെയ്യാത്തത് കറക്റ്റ്. അത് ഭയങ്കര സന്തോഷം എനിക്ക്. അതായത് ഈ പണി അറിയാവുന്ന ആൾക്കാർ അതിന്റെ ബുദ്ധിമുട്ടും ഒരു ക്യാരക്ടർ എങ്ങനെ കൺസീവ് ചെയ്യുന്നത് അതിന്റെ ഒരു സംഭവം ഉണ്ട്. അത് നമ്മളതിന്റെ ഒരു രാസപ്രക്രിയ നടക്കും. അത് നമ്മൾ അറിഞ്ഞോണ്ടോ അറിയാതെയാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ള വലിയ കാര്യമാണ് തോന്നണോ അത്. അപ്പൊ അതിന് ആ തൊഴിൽ അറിയാവുന്നവര് പറയുമ്പോഴ് ഭയങ്കര സന്തോഷമാണ്. അതൊരു വലിയ ഏറ്റവും വലിയ ഓണറായിട്ട് ഞാൻ കരുതുന്നതാണ്. പിന്നെ ഒരു കൊച്ചു കുട്ടിയുടെ പൂച്ചെണ്ട് തന്നാലും എനിക്ക് സന്തോഷമാണ്. ഇപ്പൊ കിട്ടിയ പറഞ്ഞാൽ അത് സന്തോഷമാണ്. അതാണ് നമ്മളെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ ഈ ഓണം റിലീസായിട്ട് എത്തുകയാണ് കിഷ്കിന്ധാകാന്ഡം. അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ വിവാദങ്ങളിലൊന്നും പെടാതെ, ഇപ്പോൾ മലയാള സിനിമ നേരിടുന്ന വിവാദങ്ങളിലൊന്നും പെടാതെ കിഷ്കിന്ധാകാന്ഡം മുന്നോട്ട് പോട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. താങ്ക് യു.